സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ പ്രൗഢോജ്വല സ്വീകരണം. കോട്ടയം മാമൻ മാപ്പിള ഹാൾ അങ്കണത്തിൽ നിന്നും സെന്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയ ഘോഷയാത്രയെ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തൃശ്ശൂരിൽ നടക്കുന്ന ഈ കലോത്സവത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ എത്തിച്ചേർന്ന് അവരിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെയെല്ലാം അവിടെ കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കും. അവിടെ മത്സരാർത്ഥികൾ എല്ലാം നിരവധി ദിവസങ്ങളിലെ പരിശീലനത്തിന് ശേഷമാണ് വേദികളിലേക്ക് എത്തിച്ചേരുക. അവിടെ കൃത്യമായി അതിനൊരു വലിയ സ്വാഗത സംഘം രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ ആതിഥേയ ജില്ലയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ 64ാമത് കലോത്സവം ഏറ്റവും ഭംഗിയായി വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നത്തു നിന്നും കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയ കപ്പിന് ജില്ലയിലെ ആദ്യ സ്വീകരണം പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നൽകിയത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വീകരണത്തിന് ശേഷം ഘോഷയാത്ര പത്തനംതിട്ട ജില്ലയിലേക്ക് പോയി. ജില്ലാതല സ്വീകരണ പരിപാടിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ആരംഭിച്ചത്. ജനുവരി 13 കലോത്സവ വേദിയായ തൃശൂരിൽ എത്തിച്ചേരും. ജനുവരി 14 രാവിലെ 10 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിലായാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.